പത്തനംതിട്ട റാന്നിയിൽ ചികിത്സയിലിരിക്കെ 5.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. റാന്നി മാർത്തോമ ആശുപത്രിയിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനിടയിൽ ബാരിക്കേഡ് മറിഞ്ഞു വീണ് ഗ്രേഡ് എസ്ഐക്ക് പരിക്കേറ്റു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. കുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാർച്ച് നടത്തി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. രാജീവ്, ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പാണ് 2 പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് മാർത്തോമ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കുട്ടി പഠിച്ച പ്ലാഗമൺ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടുന്ന വലിയൊരു കൂട്ടമാണ് ഇന്ന് പ്രതിഷേധ മാർച്ചുമായി ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയത്. വ്യാഴാഴ്ചയാണ് കൈക്ക് പരിക്കേറ്റ് ചികിത്സയ്ക്കായി മാർത്തോമ ആശുപത്രിയിൽ എത്തിച്ച പ്ലാഗമൺ സ്വദേശിയായ 5.5 വയസ്സുകാരൻ ആരോൺ വി വർഗീസ് മരിക്കുന്നത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണം സംഭവിക്കുന്നതിനുള്ള കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിലെ വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധത്തിനിടയിൽ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആശുപത്രിക്ക് മുന്നിൽ തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ആശുപത്രിക്ക് ഉള്ളിലേക്ക് പ്രവർത്തകർ കടക്കുന്നത് പോലീസ് തടഞ്ഞിരുന്നു. വലിയ സുരക്ഷയും ആശുപത്രിക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനിടയിൽ റാന്നി സ്റ്റേഷനിലെ ASI ബോസിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ബാരിക്കേഡ് ASIയുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീണ് അദ്ദേഹത്തിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പ്രതിഷേധം അവസാനിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ കുട്ടി പഠിച്ച പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും പ്രതിഷേധവുമായിട്ട് ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഈ പ്രതിഷേധവും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ തന്നെയാണ് കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ പരാതികളും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. രാജീവ്, മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.